ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുറിപ്പെടുത്തുന്ന ഈ ലോകത്തിൽ, നിങ്ങളുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്ന ഈ ലോകത്തിൽ മുറിവുകളെ കെട്ടി സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഴത്തിലേറ്റ മുറിവുകളെ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ മുറിവുകളൊക്കെയും ഉണക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ആത്മസാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നു. എവിടെയൊക്കെ നിങ്ങളുടെ ഹൃദയം തകർക്കപ്പെട്ടു, അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് ആ മുറിവുകളെ കെട്ടി നിങ്ങൾക്കൊരു സൗഖ്യം വരുത്തുന്നു. യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നതിൽ ഒരു കാര്യമെന്ന് പറയുന്നത്, അവൻ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. ഈ നാളുകളിൽ ആരെങ്കിലും ഹൃദയം തകർന്ന് ഭാരത്തിലോ വിഷമത്തിലോ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുമാറാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെടുന്നതായി തീരുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിക്കൊണ്ട് ഹൃദയത്തിൻ്റെ മുറിവുകളെ, ഹൃദയത്തിനുള്ളിലുള്ള കയ്പുകളെ എല്ലാം ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റട്ടെ. അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ആ ഒരു കരം ചലിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ.